കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഘവ മാസ്റ്ററാണ്. രാഘവ മാസ്റ്ററാണ്. അപ്പൊ കെ രാഘവൻ മാസ്റ്ററുടെ ഒരു വലിയ ഒരു ഇതിൽ പറയണ്ടല്ലോ. അതിനുശേഷമാണ് ഓൾ ഇന്ത്യ റേഡിയോ ലളിതഗാനത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സും വരുമായിരുന്നു. ശാന്ത പി നായർ, പി ലീലാമ്മ, കമുകര സാറ്. പിന്നെ അതിനുശേഷമാണ് പിന്നെ 80 ആവുമ്പോഴാണ് കോഴിക്കോട് സതീഷ് ബാബുവിന്റെ ട്രൂപ്പില് സ്ഥിരമായിട്ട് പാടാൻ തുടങ്ങിയത്. സതീഷ് ബാബുവിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇത്രയും ഒരു എന്താണ് പറയുന്നത്, ഹൃദയമുള്ള നല്ലൊരു മനുഷ്യന്. കാരണം പാട്ടുകാരൻ വേറെ, അത് വേറെ ലെവൽ. സതീഷ് ബാബുവിന് എന്തായാലും ഒരു വലിയ നമസ്കാരം ഈ അവസരത്തില്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു തമിഴ് പാട്ട് കേട്ട് കളയാം. ഇത് MSV അല്ലേ? MSVയുടെ പാട്ട്. ഇതൊരു ടെലിവിഷന്റെ ഒരു സ്റ്റേജ് ആണല്ലോ, പക്ഷെ പബ്ലിക് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ആംബിയൻസ് ആണ്. അപ്പൊ അവിടെ ഇത്ര ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ, എസ്പെഷ്യലി കോയമ്പത്തൂർ, തമിഴ്നാട്ടില് ഈ പാട്ടൊക്കെ പാടുമ്പോൾ അവരുടെ ഒരു ജീവന്റെ ജീവനാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമയിലൊക്കെ ഒരുപാട് പാടാൻ അവസരങ്ങൾ വന്നു. ഒരുപാട് അവസരങ്ങളൊന്നും വന്നിട്ടില്ല, എന്തായാലും അവസരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. അതെ, അത് അന്നത്തെ കാലത്തൊക്കെ മദ്രാസിൽ പോയി താമസിക്കണം. അവിടെ പോയി താമസിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടായിരുന്നില്ല ശരിക്കും. അതുകൊണ്ട് A.T. ഉമർ സാറിന്റെ A.T. ഉമർ സാറ് വിളിച്ചപ്പോ, അത് ഇതുപോലെ 80-ലായിരുന്നു വിളിച്ചത്. ഒരു പാട്ട് പാടാൻ വേണ്ടി വിളിച്ച സമയത്ത് എനിക്ക് ശബ്ദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അത് പാടാൻ കഴിയാതെ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും ആദ്യം പാടിയത് കണ്ണാടിക്കൂട് എന്ന് പറഞ്ഞ ഫിലിമിലായിരുന്നു. അത് 1979. അതിൽ ജേട്ടൻ്റെ കൂടെ ആയിരുന്നു ഡ്യുവറ്റ് പാടിയത്. അതിന്റെ സംഗീതം വടകര കൃഷ്ണദാസ് മാഷായിരുന്നു.
അങ്ങനെ ഒരു പടമൊക്കെ 5 പാട്ട് റെക്കോർഡ് ചെയ്തു. ദാസേട്ടൻ, ജാനകിയമ്മ, വാണിയമ്മ എല്ലാവരും പാടി. വീട്ടി മുരളി, ഞാൻ, ജയേട്ടനൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം അതിനെന്തോ സംഭവിച്ചു. ആ പടം പിന്നെ വന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നെ 1-ാം കുന്നിൽ, ഒരടിക്കുന്നിൽ രഘുവട്ടൻ്റെ അവസരം തന്നത്. അങ്ങനെ സതീഷ് ബാബുവിൻ്റെ ഒപ്പം മുത്തുക്കുട്ട ചൂടി നീവ, ശ്രീകുമാറിൻ്റെ കൂടെ പാപ്പ മാമ ഗഗരി, അതും എൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. രമേശിയുടെ പല പാട്ടുകൾ ഇപ്പൊ പറയാൻ മറന്ന പരിഭവങ്ങൾ അത് ഹരിഹരനാണ് പാടിയിരിക്കുന്നത്. സാർ അത് 2 ദിവസം എടുത്ത് പാടിയതാ കേട്ടോ ആ പാട്ട്. അത് ഇതുപോലെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേയില് പല്ലവി മാത്രം പാടി, സെക്കൻഡ് ഡേയിൽ അനുപല്ലവിയും ബാക്കിയുള്ള പോർഷൻസും സെക്കൻഡ് ഡേ പാടി. അങ്ങനെയാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. അത് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, പഞ്ചായത്ത് ചെയ്തിട്ടൊന്നുമില്ല അധികം ഒന്നും. പറയാൻ മറന്ന പരിഭവം എല്ലാവർക്കും അറിയാം. അല്ലാതെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗാനം, അതായത് നമുക്ക് എപ്പോഴും ഇപ്പം ഞാൻ പാടിയിട്ടുള്ളതിൽ എല്ലാവരും ചോദിക്കും ഏത് പാട്ടാണെന്ന്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കില്ല എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ സ്വപ്നമായിട്ട് ഞാൻ വയ്ക്കുന്നത്. അങ്ങനെ രമേശിയുടെ ഏതെങ്കിലും ഒരു പാട്ട്? അങ്ങനെ ഇപ്പം എനിക്ക് ഒരു സ്വപ്നമായിട്ട് വെക്കാൻ ഇച്ചിരി പാടുണ്ട്. പക്ഷേ എങ്കിലും ദാസേട്ടൻ പാടിയ ഒരു നിറ പുഷ്പമായി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ റെക്കോർഡ് ചെയ്തതാണ് തരങ്ങണിയിൽ. എനിക്ക് ആ പാട്ട് ദാസേട്ടൻ പാടിയ റെൻഡർ ചെയ്തത് ബ്യൂട്ടിഫുൾ. അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. കാര്യം മിയാ മൽഹാർ, ദുലിയ മൽഹാർ, ഈ 4-5 മൽഹാർ ഗ്രൂപ്പുണ്ട് രാഗങ്ങൾ. അതിൻ്റെ ഒരു കോമ്പിനേഷനാണത്. മൽഹാറിന്റെ ഫ്ലേവർ അതിൻ്റെ അകത്ത് വരാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ദാസേട്ടൻ പാടി വന്നപ്പോഴേ അത് കർണാട്ടിക്കും അല്ല ഹിന്ദുസ്ഥാനിയും അല്ല, ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, അതിൽ ലിറിക്കൽ ബ്യൂട്ടി, ഈ രാഗത്തിന്റെ ബ്യൂട്ടി. അത് അയ്യോ, അത് ഞാൻ അനുഭവിച്ചതാണ് ശരിക്കും. നമ്മുടെ കോഴിക്കോട് ആകാശവാണിയിലെ രമേശിയുടെ ഒരു ഹിന്ദി ഗാനം ഞാൻ പാടിയത് ഓർക്കുന്നുണ്ട്. അതെ, എനിക്ക് കമ്പോസ് ചെയ്ത് തന്നിരുന്നു. പക്ഷെ പാട്ട് മറന്നുപോയി, അതാണ് എനിക്ക് മറന്നു. അത് ഗസൽസ് മാത്രം, ഗസൽസ് മാത്രമുള്ള ടാഗോർ തിയേറ്ററിൽ. അതെ, ടാഗോർ തിയേറ്ററിൽ. കാരണം ഗസലിലൊക്കെ എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാനത് ചിന്തിക്കാൻ പോലും പറ്റൂല. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു, അതിലെങ്ങനെ ഞാൻ വരും പാടും. ഒരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, അതാണ് സംഭവം.